പഴയ വാച്ച്. കഥ കേൾക്കാം. ആകാശം മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. കാറ്റ് നന്നായി വീശുന്നുണ്ടല്ലോ. മഴയ്ക്ക് സാധ്യത ഉണ്ട്. നാട്ടുവഴികളിൽ വെള്ളം ചാലുകളായി ഒഴുകി. അജിയേട്ടൻ്റെ ചായക്കടയിൽ പരിപ്പോടയും കട്ടൻ ചായയും കഴിക്കാൻ റെഡിയായിരുന്നു. അജി, ഒരു പരിപ്പോടയും ചായയും. ഇപ്പം എടുക്കാമേ രാഘവേട്ടാ. എന്തൊരു മഴയാ, തിമിർത്ത് പെയ്യണ്. ചൂട് ചായ മേശമേൽ ആവി പറത്തി. സ്റ്റീൽ പ്ലേറ്റിൽ പരിപ്പുവട മഴ നനയാതെ ഇരുന്നു. കയ്യിലുള്ള മരത്തിൻ്റെ ചതുരാകൃതിയിലുള്ള ബോക്സ് രാഘവൻ തുറക്കാൻ ശ്രമിച്ചു. എന്തൊരു കഷ്ടമാണ്, ഈ ബോക്സ് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അജി, നീ മരത്തിൻ്റെ പെട്ടി തുറന്നു തരൂ. അയാൾ ആ പെട്ടിയെടുത്ത് അജിക്ക് നേരെ പിടിച്ചു. എന്താ അതില്? അത് എൻ്റെ അച്ഛൻ്റെ വാച്ചാണ്. സിലോണിന്ന് കൊണ്ടുവന്നതാണ്. നല്ല വാച്ചായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ സാവധാനമാണ് ഓടണേ. വാസുവേട്ടൻ്റെ കട തുറന്നില്ല അല്ലേ? അജി കൗതുകത്തോടെ പെട്ടി തുറന്നു. സത്യത്തിൽ ചതുരപ്പെട്ടി തുറക്കാതെ തന്നെ സമയം കാണാമല്ലേ. മുത്തുപതിച്ച ഫ്രെയിം, നീളമുള്ള ഗോൾഡൻ സ്ട്രാപ്പ്. ഡയൽ കറുത്തതാണ്. ഓരോ അക്കങ്ങളും വ്യക്തമായി കാണാം. പക്ഷേ സമയം 1 മണിക്കൂർ പുറകോട്ടാണ്. ശരിയാണ്. വാസുവേട്ടനെ ചെറിയ ഓർമ്മക്കുറവുണ്ട്. എന്നാലും ആള് നോക്കിയാൽ ഏത് വാച്ചും ശരിയാകും. നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പൊ വരും മൂപ്പര്. മഴ നിർത്താതെ പെയ്തു. ചരലിലൂടെ ചെളിവെള്ളം ഒഴുകി. ചാലുകൾ തേടിപ്പോയി. അകലെ നിന്നും ഒരു കുടയുമായി ഒരാൾ വരുന്നുണ്ട്. അജിയുടെ ചായക്കട ലക്ഷ്യമാക്കിയാണ് ആ വരവ്. ഒരു കാലിന് ഒരല്പം നീളക്കുറവാണ്. നീട്ടി നീട്ടി ഓരോ ചുവടും വെക്കുന്നു. സിമന്റിട്ട തറയിലേക്ക് കയറുമ്പോൾ വേഗത കൂടിയതുപോലെ കുട ഒന്നാഞ്ഞു വീശി. തലകുത്തി നിർത്തി. അജി, നീ ആ ചെക്കൻ്റെ കയ്യിൽ ഒരു ചായ കൊടുത്തു വിട്. ഞാൻ കട തുറക്കാൻ പോകാ. ആരാ അജി കടയിൽ ചുമക്കണേ? അത് രാഘവേട്ടൻ വന്നിട്ടുണ്ട്, ഒരു പഴയ വാച്ച് നേരെയാക്കാൻ. രാഘവ, കടയിൽ വരൂ. ഞാനിപ്പോൾ തുറക്കാം. മഴ ആയോണ്ട് നേരം വൈകി. അജിയുടെ കടയിൽ സഹായത്തിന് നിൽക്കുന്ന ബാലു വാസുവേട്ടന് ചായ കൊണ്ടുകൊടുത്തു. വാച്ച് റിപ്പയറിംഗ് വാസു. രാഘവൻ ബോർഡ് നോക്കി. ഇളം നീല ബോർഡ്, വലിയ മലയാളം അക്ഷരങ്ങൾ. മാറ്റമില്ലാതെ വാസുവേട്ടൻ. നീ എപ്പോഴാ ലീവിന് വന്നേ? വാച്ച് വല്ലതും റിപ്പയറിങ്ങിന് ഉണ്ടാവും, അതപ്പം ഇങ്ങോട്ട്. ഒരാഴ്ചയായി ഞാൻ വന്നിട്ട്. നല്ല മഴയല്ലേ വാസുവേട്ടാ? അച്ഛൻ സിലോണിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വാച്ചാ. നല്ല വാച്ചായിരുന്നു. ഇപ്പോൾ 1 മണിക്കൂർ പുറകോട്ട് കാണിക്കണേ. ഞാൻ നോക്കാം. വയസ്സ് 80 എനിക്ക്. നല്ല ചെറുപ്പക്കാരെ കൊണ്ട് കാണിച്ചുകൂടെ എനിക്ക്? വാസുവേട്ടൻ ഉറക്കെ ചിരിച്ചു. നീ 2 ദിവസം കഴിഞ്ഞിട്ട് വാ. രാഘവൻ ഇറങ്ങി. ക്ലോക്ക് സമയം 11 മണി കാണിക്കുന്നു. പഴയ വാച്ചിൽ 10 മണി. ഇതുപോലെ ഒന്ന് പുറകിലേക്ക് പോയിരുന്നുവെങ്കിൽ പല തെറ്റുകളും തിരുത്താമായിരുന്നു, വാസുവേട്ടൻ ആലോചിച്ചു. 40 വർഷം പുറകിലേക്ക് മനസ്സ്. 1 മണിക്കൂർ മുൻപ് വീട്ടിലെത്തിയിരുന്നുവെങ്കിൽ മക്കളുടെ ഒപ്പം കുറച്ചു നേരം ചെലവഴിക്കാമായിരുന്നു. 1 മണിക്കൂർ മുൻപ് പുറപ്പെട്ടിരുന്നുവെങ്കിൽ 25-ാം വയസ്സിൽ ഉറപ്പായി കിട്ടുമെന്ന ജോലിക്ക് ഇൻ്റർവ്യൂ നഷ്ടമാകില്ലായിരുന്നു. 1 മണിക്കൂർ മുൻപേ എത്തിയിരുന്നുവെങ്കിൽ പല കാര്യങ്ങളും നേടാമായിരുന്നു. ചിലതെല്ലാം അങ്ങനെയാണ്. കുറച്ചുകൂടി സമയം വേണമെന്ന് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ പഴയ കാലം തിരിച്ചു വന്നെങ്കിൽ എന്ന്. ഈ വാച്ചിലെ പോലെ അല്ലേ? മഴ വെയിലിന് വഴിമാറി. വാച്ച് ശരിയായോ വാസുവേട്ടാ? ശരിയായി. ഞാൻ ആലോചിക്കുമായിരുന്നു, സമയം ഇതുപോലെ പുറകോട്ട് പോയിരുന്നെങ്കിൽ. രാഘവൻ റിസ്റ്റ് വാച്ചിലെ സമയം നോക്കി. ചതുരാകൃതിയിലുള്ള പെട്ടിയിലെ വാച്ചിലെ സൂചികളും അതേ സമയം. സമയം ശരിയായി.